സോണി ചായ കട്ടൻ ചായ ചായ കഴിക്കാന്നില്ലടാ കഴിക്കാൻ സോണി കപ്പലണ്ടി ഞാൻ വിചാരിച്ചു അതുവഴി പോയെന്ന് വിചാരിച്ചു എടുക്കാൻ വേണ്ടി പോയതാ. ഗൈസ് അപ്പോ ഈവനിങ് സ്നാക്സ് ഓക്കെ, നല്ല മസാല കപ്പലണ്ടി, നല്ല കട്ടൻ ചായ, പിന്നെ നല്ല തണുത്ത അന്തരീക്ഷം. ഞാനപ്പോ ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞില്ലേ ഇത്ര നേരമായിട്ട്? ഞാനേ ടിവിയിലത്തെ ട്രാവലും വീഡിയോ ഒക്കെ കണ്ട് മസാല കപ്പലണ്ടിയൊക്കെ കഴിച്ച് നൈസായിട്ട് എൻജോയ് ചെയ്തത് ഇങ്ങനെ ചായ കുടിച്ചില്ലേ? അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലേ നീ തന്ന കുറച്ച് ഞാൻ കഴിച്ചു. ഗൈസ് കണ്ടാവും ഗൈസ്, ഒരപ്പം കിട്ടിയിട്ട് എനിക്ക് തന്നില്ല. ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടും പോയി നോക്കിയാൽ കണ്ട ഷെയർ ചെയ്ത് കഴിക്കണമെന്ന് എല്ലാവരും പറഞ്ഞേക്കണം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന്. എനിക്കില്ല, തീനടയിൽ അപ്പം ഉണ്ടേ പക്ഷെ തന്നില്ല ചോദിച്ചിട്ട്. ഇതാണാ പകുതി ഗൈസ് നോക്കി, ഇതിന്റെ ഒരു പകുതി എന്നാണ്. പകുതി എന്നാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ, പകുതി എന്ന് പറഞ്ഞിട്ട്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു കാൽ ഭാഗം പോലും ഇല്ലെന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പാത്രത്തിന്റെ അത്ര ഉണ്ട്, അതിന്റെ ഒരു പകുതി എന്ന് പറഞ്ഞാൽ ഏതാണ് നോക്കിയത്? വേണ്ട, ഇതാണ് പകുതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ പറയുന്നത്? ഇതാണ് പകുതി. 50-50 എന്ന് പറയുന്നത്. 50-50 അല്ല, 50 കട്ടി എന്ന് പറയാം. എനിക്ക് കട്ടി, നിനക്ക് 50. ആ ഓക്കെ, സമ്മതിച്ച്. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. പറയൂ, എന്താണ് ഭഗവതിയുടെ ആഗമന ഉദ്ദേശം? മടക്കി വെക്കരുത് അല്ല, കല്യാണമൊക്കെ അല്ലേ, അപ്പൊ ഉടുക്കാനായിട്ട് ചുരുണ്ടിരിക്കണേന്ന്. അലമരയുടെ ഉള്ളിൽ വെച്ചതിന്റെ കോലാണ്. ഒന്ന് തേച്ച് തരും, കുറച്ചേ ഉള്ളു. ഗൈസ് നോക്കൂ, തേച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേ. എനിക്ക് ഈ സാധനമൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായി, ഇതിന്റെ പുറകിൽ എന്തോ പണി മണക്കണമെന്നുള്ളത്. അപ്പൊ ഞാനത് തേച്ച് തരാം അല്ലേ കല്യാണത്തിന്. ഗൈസ് അപ്പൊ നാളെ കല്യാണം ഉണ്ട് ഞങ്ങൾക്ക്. കല്യാണം ഞങ്ങളെ അമ്മച്ചിയുടെ, എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എന്താണ് അത്താഴ ഊണെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, മധുരങ്കിള്ളലെന്ന് പറയും. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടീന എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന പണിയാണത്, തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് മോൻ പള്ളിയിൽ പോയേക്കാണ്. ഞങ്ങളുടെ പള്ളിയിൽ എന്താണ്, അതായത് ഞങ്ങളുടെ പള്ളി എന്ന് വെച്ചാൽ ഹോളി ഫാമിലി ചർച്ചാണ്, അതായത് തിരുക്കുടുംബത്തിൻ്റെ ആശ്രമമാണ്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ പെരുന്നാള്, പിന്നെ അന്തോണിസ് പുണ്യാളൻ്റെ പെരുന്നാള്, പിന്നെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിൻ്റെ പെരുന്നാൾ, ഈ മൂന്നും കൂടെ ഇന്നും നാളെയായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ മോൻ അതിൻ്റെ തിരക്കില്ല. പിന്നെ അത് മാത്രമല്ല, പള്ളിയിൽ കൊടിമരം നാട്ടുന്ന ഒരു ചടങ്ങുണ്ടെന്ന്, അതൊന്നും പോയി എടുക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം, എടുക്കാൻ പറ്റണമെങ്കിൽ. അപ്പം അങ്ങനെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ പുതിയ കൊടിമരം വെക്കണേ. ഞങ്ങൾക്ക് പഴയ കൊടിമരമൊക്കെ ഉണ്ടായതൊക്കെ മാറ്റി, സ്കൂൾ പണിയാണ് പറഞ്ഞാൽ പോയൊക്കെ അത് മാറ്റി പുതിയത് വെച്ചേക്കാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാന്ന് കാണണം. ഇതിൽ ഉൾപ്പെടുത്താൻ പറയണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പൊ മോൻ വന്നിട്ട് ഞങ്ങൾ പോണം അതിന്. പിന്നെ തലേദിവസത്തെ മധുരങ്കിള്ളലിന് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ട് ഫുഡിന്റെ. അത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കണ തന്നെയാണെങ്കിൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് തലേദിവസത്തെ ഞങ്ങളുടെ പരിപാടി. അതെ, അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ ഞാനേ ചേച്ചിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചു കൊടുക്കട്ടെ, തേച്ചു കൊടുക്കട്ടെ. ഓക്കെ ടീന, ഞാൻ കഴിച്ച് കഴിയുമ്പോ ഇവിടെ ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കി തന്നെ ഞാൻ തേച്ചു തരാം. 50-50 എന്നല്ല പറഞ്ഞ, പകുതി പണി നീ ചെയ്യാം, പകുതി പണി ഞാൻ ചെയ്യാം. ഓക്കെ, ഓരോരോ കഷ്ടപ്പാട് നോക്ക്. കണ്ട, വെറുതെ എനിക്ക് കപ്പലണ്ടിയും കട്ടൻ ചായയും കൊണ്ടുവന്ന് വന്നിട്ട് തേച്ചു കൊടുക്കാൻ. എന്തായി മാഷേ? തേക്കണമൊന്നും വേണ്ട. എനിക്ക് തേക്കാൻ താല്പര്യമില്ല. തേക്കാൻ നീ മിടിക്കാന്ന്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് തേച്ചിട്ടില്ലേ? തേച്ചേക്കണത് ഇന്നോത്തല്ലോ തേച്ചേക്കണത്, ഇപ്പൊ തേപ്പിച്ചോണ്ടിരിക്കണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് തേക്കേണ്ടത്, ചുളിവ് കൊണ്ടൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി പ്രത്യേകിച്ച് വാ കൊണ്ട് പണിയെടുക്കുന്ന ആളാരാന്നറിയാമോ? എന്റെ വൈഫ് വാ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുക്കേ.
കൈയും കാലം കൊണ്ട് പണിയെടുക്കാൻ അറിയാൻ പാടില്ല. ചൂടൊക്കെ അങ്ങോട്ട് പോട്ടേന്നേ, അടിപൊളി. പോട്ടെ, വഴക്കിട്ട് പോണ സാധനമൊന്നുമല്ല, തേച്ചിട്ട് പോണ്ടേ, ചൂടായല്ല. അതെ, ഫാൻ ഇട്ടിട്ടായിരിക്കും. ഫാൻ ഓഫാക്കാന്ന് വെച്ചാലേ അവിടെ നമ്മുടെ പള്ളിയില് പാട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെ കേൾക്കാൻ പറ്റും. നല്ല കോർപ്പറേറ്റും വന്ന പണിയോ. ഓഫ്, ചുളുക്ക് കൂടിയാണ്. ഈശ്വര, അതെ തന്റെ ഡ്രസ്സ് മാത്രം തേച്ചാൽ പോരാ, എന്റെ കൂടെ എടുത്തോണ്ട് ഞാൻ അതിൽ തേക്കണില്ല. ഞാനും കൂടെ എന്റെ തേച്ചത്. എനിക്ക് മുണ്ടും ഏത് ഷർട്ട് ഏതാ ബ്ലാക്ക് ഇട്ടാ പോരെ, ബ്ലാക്ക് ഷർട്ട് ഇടാം. ബ്ലാക്ക് ഷർട്ടും ആ മുണ്ടും എടുത്തോണ്ട് ഒന്ന് തേച്ചേക്കാം. അപ്പോഴത്തേക്ക് ഞാനിത് തേച്ചു. അവിടെ അവിടെ ഉണ്ട്, അലമാരിലുണ്ട്. അലമാരിലാണോ? ഞാൻ എന്റെ മാത്രം എടുത്തോളൂ. ആ മതി, അതങ്ങനെ എന്റെ ശീലം. അപ്പോൾ ചെന്നിട്ട് മണവാട്ടിക്ക് മധുരമൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി. സോണി വന്നില്ല, സോണിയാണ് ഫോട്ടോ എടുക്കണത്, വീഡിയോ എടുക്കണത്. അപ്പോൾ അതേപോലെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. നല്ല മോരാറും കൊച്ചിക്കാരുടെ സ്പെഷ്യലായ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൊച്ചിക്കാരുടെ സ്പെഷ്യലായ എന്താ പറയുക, നമ്മുടെ കൊടലുകറിക്ക് ഇട്ടേക്കണത് പച്ചക്കയാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താണ് കേബേജ് തോരനും അച്ചാറും. പിന്നെ ഞാൻ മോരാറ് ഞാൻ എടുത്തില്ല, എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല, അത് കാരണം മോരാറ് എടുത്തില്ല. നല്ല അടിപൊളി സൂപ്പറായിരുന്നു. കൊച്ചിക്കാർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വേണം. അത് ഇവിടെ തന്നെ വന്ന് കഴിക്കുകയും ചെയ്യണം, കൊച്ചിയിൽ വന്നിട്ട്, എന്നാലേ. പിന്നെ അതേപോലെ തന്നെ കല്യാണത്തിനല്ല, തലേ ദിവസമാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. പിറ്റേ ദിവസം പിന്നെ സാധാരണ പോലെ തന്നെ ബിരിയാണി എന്തെങ്കിലും ഡിഷൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.